വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 8ാം ക്ലാസ്സിലെ എ ഷിപ്പ്‌വ്രെക്ക്ഡ് സെയിലർ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ ക്ലാസ് തുടങ്ങുന്നത് ഈ പാഠത്തിൻ്റെ 4ാമത്തെ പാരഗ്രാഫിൽ നിന്നാണ്. പേജ് നമ്പർ 47. ഐ റെക്കഗ്നൈസ്ഡ് ദം ഇമ്മീഡിയറ്റ്ലി. എനിക്ക് അവരെ പെട്ടെന്ന് മനസ്സിലായി. കാസ്റ്റിലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് റൗണ്ട് കരബലോസ് നെക്ക്. കാസ്റ്റിലോ ആണെങ്കിൽ കരബാലോയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. കരബാലോ ഹു ഹാഡ് ബീൻ ഓൺ വാച്ച് വെൻ ദ ആക്സിഡൻറ്റ് ഒക്കേഡ്. ഈ അപകടമൊക്കെ ഉണ്ടാകുമ്പോഴേ കരബാലോ ആയിരുന്നു വാച്ചിങ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. വാസ് വെയറിങ് ഹിസ് ലൈഫ് ജാക്കറ്റ്. അയാളാണെങ്കിൽ തൻ്റെ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുമുണ്ട്. ഹി എൽഡ്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ. ഉറക്കെ പിടിച്ചോളൂ കാസ്റ്റിലോ എന്ന്. ദ ഫ്ലോട്ടഡ് അമിഡ് ദ സ്കാറ്റേർഡ് കാർഗോ. അവരാണ് ഇങ്ങനെ പൊങ്ങി നടന്നു. എവിടെയാ? സ്കാറ്റേർഡ് കാർഗോയുടെ മധ്യത്തിൽ, ചിതറിക്കിടക്കുന്ന വസ്തുക്കളുടെയൊക്കെ മധ്യത്തിൽ. അബൌട്ട് 10 മീറ്റേഴ്സ് അവേ, ഒരു 10 മീറ്റർ അകലെയായിട്ട്. ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് റെഞ്ചിഫോ. മറുവശത്തെ ലൂയിസ് റെഞ്ചിഫോ ഉണ്ട്. ട്രൈങ് ടു സ്റ്റേ അബവ് വാട്ടർ വിത്ത് ഹിസ് ഹെഡ്ഫോൺസ്. അയാളാണെങ്കിൽ തൻ്റെ ഹെഡ്ഫോൺ എടുത്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ പാടുപെടുകയാണ്. ലെഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. കയ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഹി ഹാഡ് സ്ട്രൈപ്ഡ് ഓഫ് ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. നന്നായിട്ട് നീന്താൻ വേണ്ടിയിട്ട് തൻ്റെ ഷർട്ടങ്ങ് കളഞ്ഞു. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷേ അയാളുടെ ലൈഫ് ജാക്കറ്റൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. ഈവൻ ഇഫ് ഐ ഹാഡ് നോട്ട് സീൻ ഹിം. അയാളെ ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ കൂടിയും അയാളുടെ അലർച്ചയിൽ നിന്നും അയാളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഈവൻ ഇഫ് ഐ ഹാഡ് നോട്ട് സീൻ ഹിം ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ. അയാളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഫാറ്റ്സോ പാഡിൽ ഓവർ ഹിയർ. ഫാറ്റ്സോ ഇങ്ങോട്ട് തുഴഞ്ഞു വന്നോളൂ. ഐ ക്വിക്ക്ലി ഗ്രാബ് ദ ഓഴ്സ്. ഞാൻ പെട്ടെന്ന് തുഴ കയ്യിലെടുത്തു. ആൻഡ് ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദ മെൻ. ആൾക്കാരോട് കൂടുതൽ അടുത്ത് ചെല്ലാൻ ഞാൻ പരിശ്രമിച്ചു. ഐ ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദ മെൻ. ആ ജലത്തിൽ കിടക്കുന്ന ആൾക്കാരോട് കൂടുതൽ അടുത്ത് ചെല്ലാൻ ഞാൻ പരിശ്രമിച്ചു. കാരബല്ലോ വിത്ത് കാസ്റ്റിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക്. കാരബല്ലോ എങ്ങനെയാണ്? കാസ്റ്റിലോ അയാളുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കുക. നിയർ ദ റാഫ്റ്റ്. അയാളിപ്പോൾ റാഫ്റ്റിൻ്റെ അടുക്കിലേക്ക് വന്നു. മറ്റ് ഫാർദർ അവേ, കുറച്ച് അകലെയായിട്ട്. ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡിസലേറ്റ്. അല്പം ചെറുതായിട്ടും ഒറ്റപ്പെട്ട നിലയിലും. അല്പം ചെറുതായത് ദൂരെ കിടക്കുന്നുമുണ്ട്. അല്പം ദൂരെയാണ്, അപ്പോൾ ചെറുതായിട്ട് തോന്നുന്നതാണ്. അല്പം ദൂരെയായിട്ട് സ്മോൾ ആൻഡ് ഡിസലേറ്റ്, ഒറ്റപ്പെട്ട നിലയിൽ. വാസ് ദ ഫോർത്ത് ഓഫ് മൈ മെയ്റ്റ്സ്. എൻ്റെ 4ാമത്തെ സഹചാരി അവിടെയുണ്ട്. 4ാമത്തെ സഹപ്രവർത്തനം അവിടെയുണ്ട്. റൈമൺ ഹെരേര. അയാളുടെ പേര് റൈമൺ ഹെരേര. ഹു വാസ് വേവിങ് അറ്റ് മീ വൈൽ ഹി ഹെൽഡ് ഓൺ ടു എ ക്രൈറ്റ്. അയാൾ എൻ്റെ നേരെ കൈവീശുന്നുണ്ട്. വൈൽ ഹി ഹെൽഡ് ഓൺ ടു എ ക്രൈറ്റ്. ഒരു ക്രൈറ്റിൽ, ഒരു പെട്ടിയിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടന്നുകൊണ്ട് എൻ്റെ നേരെ കൈവീശുന്നുണ്ട്. ഇഫ് ഐ ഹാഡ് ടു ഡിസൈഡ്. എനിക്ക് ഡിസൈഡ് ചെയ്യാൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ, ഇഫ് ഐ ഹാഡ് ടു ഡിസൈഡ്, എനിക്ക് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ, ഐ വുഡ് നോട്ട് ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മെയ്റ്റ്സ് ഗോ ആഫ്റ്റർ ഫസ്റ്റ്. ആരുടെ അടുക്കലേക്കാണ് ഞാൻ ആദ്യം പോകേണ്ടത് എന്ന് വേണം ആദ്യം നിശ്ചയിക്കാനായിട്ട്. ഇഫ് ഐ ഹാഡ് ടു ഡിസൈഡ് ഐ വുഡ് നോട്ട് ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മെയ്റ്റ്സ് ടു ഗോ ആഫ്റ്റർ ദ ഫസ്റ്റ്. ഏതൊരു സഹപ്രവർത്തകൻ്റെ അടുക്കലേക്കാണ് ആദ്യം ഞാൻ പോകേണ്ടത് എന്നിപ്പോൾ എനിക്ക് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ബട്ട് വെൻ ഐ സോ ഹെരേര. ഞാൻ ഹെരേരയെ കണ്ടപ്പോഴേ, ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജോന. അർജന എന്നുള്ള വളരെ ഹാപ്പി ആയിരിക്കുന്നൊരു ചെറുപ്പക്കാരനാണ് ഈ പറയുന്ന ഹെരേര. ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓർ ഫ്യൂ മൊമെൻറ്റ്സ് ബിഫോർ. അയാൾ അല്പം മുമ്പ് വരെ എൻ്റെ അടുക്കലുണ്ടായിരുന്നു. ഫ്യൂ മൊമെൻറ്റ്സ് ബിഫോർ, കുറേ നേരം മുൻപ് എൻ്റെ അടുക്കലുണ്ടായിരുന്ന ആളാണ്. ഐ ബിഗാൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി. ഞാൻ വളരെ വേഗത്തിൽ അയാളുടെ അടുക്കിലേക്ക് തുഴഞ്ഞു. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് ഓൾമോസ്റ്റ് 2 മീറ്റേഴ്സ് ലോങ്. പക്ഷേ ആ ലൈഫ് റാഫ്റ്റിനെ, ആ ചങ്ങാടത്തിനെ ഒരു 2 മീറ്റർ നീളേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് വെരി ഹെവി. വളരെ കനമുള്ളതായിരുന്നുണ്ട്. ഇൻ ദാറ്റ് ഡാർച്ചിങ് സീ. വളരെ കനമുള്ളതായിരുന്നു ഈ പറയുന്ന ചങ്ങാടം. ഇൻ ദാറ്റ് ഡാർച്ചിങ് സീ. ആ ഇളകിയാടുന്ന കടലിൽ. ആൻഡ് ഹാഡ് ടു റോ എഗൻസ്റ്റ് ദ വിൻഡ്. എനിക്കാണ് കാറ്റിനെതിരായിട്ട് വേണം തുഴയാനായിട്ട്. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. എനിക്ക് തോന്നുന്നില്ല എനിക്ക് 1 മീറ്ററിൽ കൂടുതൽ, മോർ ദാൻ എ മീറ്റർ, 1 മീറ്ററിൽ കൂടുതൽ എനിക്ക് മുന്നോട്ടേക്ക് നീങ്ങാനാവുമെന്ന്. ഡെസ്പറേറ്റ്, നിരാശപ്പെട്ടിട്ടേ, ഐ ലുക്ക്ഡ് അറൗണ്ട് വൺസ് മോർ. എന്നെ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. ആൻഡ് സോ മിസ് ദാറ്റ് ഹെരേര ഹാഡ് ഡിസപ്പിയർഡ്. ഞാൻ നോക്കുമ്പോൾ ഹെരേരയെ കാണുന്നില്ല. ഹി ഹാഡ് ഡിസപ്പിയർഡ്. അയാൾ കാണാതായിരിക്കുന്നു. ഒൺലി റെഞ്ചിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി. റെഞ്ചിഫോ മാത്രമാണ് ഇപ്പം കോൺഫിഡൻ്റ് ആയിട്ട് നീന്തി വരുന്നത്. ആത്മവിശ്വാസത്തോടെ നീന്തുന്ന റെഞ്ചിഫോ മാത്രമാണ്. ടുവേഴ്സ് ദ റാഫ്റ്റ്. ഈ പറയുന്ന റാഫ്റ്റിൻ്റെ അടുക്കിലേക്ക്.
ഐ വാസ് ഷുവർ ഹീ വുഡ് മേക്ക് ഇറ്റ്. എനിക്ക് തീർച്ചയാണ് അയാൾ കടന്നു വരും. ഐ വാസ് ഷുവർ ദറ്റ് ഹീ വുഡ് മേക്ക് ഇറ്റ്. അയാൾ എൻ്റെ റാഫ്റ്റിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിങ് ബിലോ മൈ ബങ്ക്. ഞങ്ങൾ കിടക്കുന്ന ബങ്കിൻ്റെ താഴെ, ഇയാളുടെ താഴെ കിടന്നുകൊണ്ട് ഇങ്ങനെ ബിലോ മൈ ബങ്ക്, ഈ ബങ്കിൻ്റെ തൊട്ട് താഴെയാണ് ഇയാൾ കിടക്കുന്നത് രാത്രിയിൽ. ആൻഡ് അവിടെ കിടന്ന് അയാൾ കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. ആ കടലിൽ വളരെ ശാന്തതയാണ് അയാളുടെ മനസ്സിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കടലിനേക്കാളും ശാന്തമാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇൻ കോൺട്രാസ്റ്റ്, നേരെ മറിച്ച് കരബല്ലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റിലോ. കരബല്ലോ ആണെങ്കിൽ കാസ്റ്റിലോ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. സോ ദാറ്റ് കാസ്റ്റിലോ വുഡ് നോട്ട് ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. കാരണം കാസ്റ്റിലോ അയാളുടെ കഴുത്തിൽ പിടിവിടരുത്. അങ്ങനെ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ടാണ് വരുന്നത്. ദേ വർ ലെസ് ദാൻ 3 meters അവേ. ഒരു 3 meter കുറവ് ഇപ്പം തൊട്ടടുത്ത് വന്നു. ദേ വർ ലെസ് ദാൻ 3 meters അവേ. ഒരു 3 meter പോലും ഇല്ല, അത്രയും ദൂരത്തിൽ അവർ വന്നു. ഐ ഫിഗേർഡ് ദാറ്റ് ദേ ഗോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ. എനിക്ക് മനസ്സിലായി അവർ കുറച്ചുകൂടി അടുത്ത് വന്നിട്ടുണ്ട്. ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓർ ഫോർ ദം ടു ഗ്രാബ്. അവരുടെ നേരെ എനിക്ക് തുഴ നീട്ടിക്കൊടുക്കാം, അത്ര അകലത്തിലാണ്. ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓർ ഫോർ ദം ടു ഗ്രാബ്. അവർക്ക് കയറി പിടിക്കാനും മാത്രം ദൂരത്തിൽ എനിക്ക് തുഴ നീട്ടിക്കൊടുക്കാം, അത്ര അടുത്താണ്. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ്, പക്ഷേ ആ നിമിഷത്തിൽ എ ജൈജാൻറ്റിക് വേവ്, ഒരു രാക്ഷസീയമായിട്ടുള്ള തിര വന്നിട്ട് ലിഫ്റ്റ് അറ്റ് ദ റാഫ്റ്റിനെ പൊക്കി ഉയർത്തിക്കൊണ്ടുപോയി. ആൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ്, ആ തിരമാലയുടെ പൊക്കത്തിൽ ഇരുന്നുകൊണ്ട് ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദ സ്മോൾ ഷിപ്പ്. ആ ചെറിയ കപ്പലിൻ്റെ മാസ്റ്റ് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹെഡിങ് അവേ ഫ്രം മീ, അതെന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. വെൻ ഐ കെയിം ഡൗൺ അഗെയിൻ, ഞാൻ വീണ്ടും താഴേക്ക് വന്നപ്പോഴേ കരബലോ ഹാഡ് വാനിഷ്ഡ്. കരബലോയെ പിന്നെ കാണാനില്ല. വിത്ത് കാസ്ലോ, ഒറ്റയ്ക്കല്ല പോയത്, കാസ്ലോ ആയിട്ടാണ് മറഞ്ഞു പോയിരിക്കുന്നത്. കാസ്ലോ എങ്ങനെയാണ്? ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്. കാസ്ലോ ആണെങ്കിൽ കരബലോയുടെ കഴുത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കില്ലേ. ഇപ്പോൾ രണ്ടുപേരെയും കാണാനില്ല. എലോൺ 2 meters അവേ, അകലെ 2 meter അകലെ. എലോൺ, ഒറ്റയ്ക്ക്. രഞ്ജിഫോ സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേഴ്സ് ദ റാഫ്റ്റ്. രഞ്ജിഫോ ഇപ്പോഴും ആ റാഫ്റ്റിന് നേരെ നീന്തി വരികയാണ്. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്. എനിക്കറിയില്ല ഞാനെന്താണ് ഈ അബ്സേർഡായിട്ടുള്ള കാര്യം ചെയ്തതെന്ന്. നോവിങ് ഐ കുഡ് നോട്ട് മൂവ് ഫോർവേഡ്. എനിക്കറിയാം എനിക്ക് മുന്നോട്ടേക്ക് പോകാനാവില്ല, അങ്ങോട്ടേക്ക് തുഴഞ്ഞ് നീങ്ങാനാവില്ല. ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. റാഫ്റ്റിനെ മുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ വെള്ളത്തിലേക്ക് താഴ്ത്തി. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്. അങ്ങനെ വെള്ളത്തിൽ തുഴ ആഴ്ത്തി പിടിച്ചാൽ എന്ത് പറ്റും? ഐ ക്യാൻ ആങ്കർ ദ റാഫ്റ്റിനോട് പിടിച്ചു നിർത്താൻ കഴിയും. അതേ രീതിയിൽ ഞാനങ്ങോട്ട് തുഴ വെള്ളത്തിലാഴ്ത്തി. രഞ്ജിഫോ എക്സോസ്റ്റഡ്. രഞ്ജിഫോ ആണെങ്കിൽ ആകെ എക്സോസ്റ്റഡാണ്, ക്ഷീണിതനാണ്. പോസ്റ്റ് എ മൊമെൻ്റ്, ഒരു നിമിഷം നിന്നു. ദെൻ റൈസ്ഡ് ഹിസ് ഹാൻഡ്, എന്നിട്ടോ കൈ ഉയർത്തി. ആസ് ഹി ഹാഡ് വെൻ ഹി ഹെൽഡ് ഹിസ് ഹെഡ്ഫോൺസ് ലോഫ്റ്റ്. നേരത്തെ ഹെഡ്ഫോൺസ് കൈ ഉയർത്തി പിടിച്ചിരുന്നില്ലേ, അതുപോലെ മുകളിലേക്ക് കൈ ഉയർത്തി. ആൻഡ് ഷൗട്ടഡ് അഗെയിൻ, എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു വീണ്ടും, ഫാറ്റ്സോ റോ ഓവർ ഹിയർ, വേഗം ഇങ്ങോട്ട് തുഴഞ്ഞു വന്നാലും എന്ന് പറഞ്ഞു. ദ വിൻഡ് വാസ് ബ്ലോവിങ് ഫ്രം ഹിസ് ഡയറക്ഷൻ. കാറ്റ് അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വീശുന്നത്. ഐ എൽഡ്, ഞാൻ വിളിച്ചു കൂവി. ദറ്റ് ഐ കുഡ് നോട്ട് റോ എഗൻസ്റ്റ് ദ വിൻഡ്, എനിക്ക് കാറ്റിനെതിരെ തുഴയാനാവില്ല. ദറ്റ് ഹീ ഷുഡ് മേക്ക് അനദർ ട്രൈ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പരിശ്രമിക്കുക. ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡ് നോട്ട് ഹേർഡ് മീ, പക്ഷേ എനിക്ക് മനസ്സിലായി. ഐ ഫെൽറ്റ് ഹി ഹാഡിൻറ്റ് ഹേർഡ് മീ, അയാൾ ഞാൻ പറഞ്ഞത് കേട്ട് കാണില്ല എന്നെനിക്ക് തോന്നി. ദ ക്രേറ്റ്സ് ഓഫ് കാർഗോ ഹാഡ് ഡിസപ്പിയേർഡ്. ക്രേറ്റ്സ് ഓഫ് കാർഗോ ഹാഡ് ഡിസപ്പിയേർഡ്. ആ ക്രേറ്റ്സ് ഒക്കെ പെട്ടികളുണ്ട്, കാർഗോയെ കൊണ്ട് നിൽക്കുന്ന ക്രേറ്റ്സ്, അതെല്ലാം അങ്ങ് ഡിസപ്പിയർ ചെയ്തു, മറിഞ്ഞുപോയി. ആൻഡ് ദ ലൈഫ് റാഫ്റ്റ് ഡാൻസ് ഫ്രം സൈഡ് ടു സൈഡ്. കാറ്റൊക്കെ അടിക്കുന്നുണ്ടോണ്ടാ. ലൈഫ് റാഫ്റ്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്യുകയാണ്. ഇറ്റ് ഡാൻസ് ഫ്രം സൈഡ് ടു സൈഡ്, ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് ആടിക്കൊണ്ടിരുന്നു. ബാറ്റേഡ് ബൈ ദ വേവ്സ്, കാറ്റടിച്ചിട്ട് അങ്ങനെ ഇളകുന്നത്. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് ഐ വാസ് 5 meters അവേ ഫ്രം രഞ്ജിഫോ. അടുത്ത നിമിഷത്തെ രഞ്ജിഫോയിൽ നിന്നും 5 meter അകലത്തിലായി. ആൻഡ് ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം, കൂടുതൽ അകന്നു പോവുകയാണ്. പക്ഷേ അപ്പിയേർഡ് ഇൻ അനദർ സ്പോട്ട്, പക്ഷേ പിന്നെ അയാൾ വേറെ സ്പോട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. സ്റ്റിൽ നോട്ട് പാനിക്കിങ്, ഇപ്പോഴും വലിയ പ്രയാസപ്പെടുന്ന പാനിക്കിംഗ് ഒന്നുമില്ല. സ്റ്റിൽ നോട്ട് പാനിക്കിങ്, ഡക്കിങ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വിപ്പിംഗ് ഹെം അവേ. ഡക്കിങ് മീൻസ് വെള്ളത്തിൽ താന്നു പോകാതിരിക്കാനായിട്ട്
തുഴഞ്ഞു പൊങ്ങുന്നതിനാണ് ഡക്കിങ് എന്ന് പറഞ്ഞ്. സ്റ്റിൽ നോട്ട് പാനിക്കിങ്, ഡക്കിങ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം എവേ. തിരയിൽ ഇങ്ങോട്ട് അടിച്ചു വരുമ്പോൾ അല്പം ഉയർന്നു പൊങ്ങി നിൽക്കും. അപ്പോൾ തിരയൊക്കെ പോകും, ആളോടെ തന്നെ കാണും. അങ്ങനെ പൊങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നതിനാണ് ഡക്കിങ് എന്ന് പറയുന്നത്. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ഹോൾഡിങ് ഔട്ട് ദ ഓർ, തുഴ ഞാൻ ഉയർത്തിപ്പിടിച്ചു. ഹോപ്പിംഗ് റെഞ്ചിഫോ കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ്. നെറ്റിപ്പിടിച്ചത് റെഞ്ചിഫോ ഇങ്ങോട്ട് വന്ന് ഈ തൊഴിലിൽ നിന്ന് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ്. ഇപ്പം ഞാൻ കണ്ടു അയാൾ ക്ഷീണിച്ചു പോവുകയാണ്. ലോസിങ് ഹാർട്ട്, മനസ്സിൻ്റെ പ്രത്യാശകൾ നശിക്കുന്നു. ഹി കോൾഡ് ടു മീ അഗെയിൻ, എന്നോട് വീണ്ടും വിളിച്ചു പറഞ്ഞു. സിങ്കിങ്, മുങ്ങി താന്നുകൊണ്ട്. ഫാറ്റ്സോ എന്നയാളെ വിളിക്കുന്നുണ്ട്. ഐ ട്രൈ ടു റോ, ഞാനാണെങ്കിലോ തുഴയാൻ ശ്രമിച്ചു. ബട്ട് ഇറ്റ് വാസ് ആസ് ഹോപ്പ്ലെസ് ആസ് ദ ഫസ്റ്റ് ടൈം. പക്ഷേ ഇത് ആദ്യത്തെ പ്രാവശ്യത്തെ പോലെ ആയിപ്പോൾ എത്രമാത്രം ഹോപ്പ്ലെസ് ആയിരുന്നു. ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ സോ ദാറ്റ് റെഞ്ചിഫോ കുഡ് റീച്ച് ദ ഓർ. ഞാനൊരു അവസാനത്തെ പരിശ്രമം കൂടെ നടത്തി. സോ ദാറ്റ് റെഞ്ചിഫോ കുഡ് റീച്ച് ദ ഓർ. അങ്ങനെ ആകുമ്പോൾ ഒരു പക്ഷേ ഓറിൻ്റെ ഇടയ്ക്കിലേക്കല്ല, തുഴയുടെ ഇടയ്ക്കിലേക്ക് റെഞ്ചിഫോയിന് വരാൻ കഴിഞ്ഞെങ്കിലോ. ബട്ട് ദ റേസ്ഡ് ഹാൻഡ്, പക്ഷേ ആ ഉയർത്തിയ കൈകളുണ്ടല്ലോ, which a few minutes earlier had been trying to keep headphones on the singing. ഹെഡ്ഫോൺസ് താഴ്ന്നു പോകാതെ ഉയർത്തിപ്പിടിച്ചിരുന്ന കൈകളെ sang forever, വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. ലെസ് ദാൻ 2 meters എന്തോർ, ആ നീട്ടിയ തുഴയുടെ ഭാഗത്തുനിന്ന് 2 മീറ്റർ ദൂരെ അയാൾ വെള്ളത്തിലേക്ക് അങ്ങ് താഴ്ന്നുപോയി. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ സ്റ്റേഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എത്ര നേരം ഞാനങ്ങ് നിന്നുപോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബാലൻസിങ് ഇൻ ദ ലൈഫ് റാഫ്റ്റ്, എങ്ങനെയാണ് ലൈഫ് റാഫ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ഹോൾഡിങ് ഔട്ട് ദ ഓർ, ആ തുഴയും നീട്ടിപ്പിടിച്ചുകൊണ്ടേ ഞാൻ അങ്ങനെ നിന്നു. ഐ കെപ്റ്റ് സെർച്ചിങ് ദ വാട്ടർ, ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഹോപ്പിംഗ് ദാറ്റ് സമ്മൺ വുഡ് സർഫസ് സൂൺ, ആരെങ്കിലും ഒരാൾ കടലിൻ്റെ മുകളിലേക്ക് വന്ന് പൊങ്ങിയാലോ. ബട്ട് ദ സീ വാസ് ക്ലിയർ, പക്ഷേ കടൽ വളരെ ശാന്തമാണ്. ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ, കാറ്റ് ഭയങ്കര ശക്തിയായിട്ട് അടിക്കുന്നുണ്ട്. ബ്ലൂ അഗൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക് ദ ഹൗൾ ഓഫ് എ ഡോഗ്, ഒരു പട്ടിയുടെ കൂവൽ പോലെയാണ് ഇപ്പം കാറ്റടിക്കുന്നത്. അതിന് ഷർട്ടേ വന്ന് വീശി അടിക്കുന്നുണ്ട്. ദ കാർഗോ ഹാഡ് ഡിസപ്പിയേർഡ്, ഇപ്പോൾ കാർഗോ ഒന്നും കാണുന്നില്ല, അതെല്ലാം പോയി. ദ മാസ്റ്റ് ഗ്രോവിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ്, ആ മാസ്റ്റ് കൂടുതൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാം, വ്യക്തമായിട്ട് കാണാം. പ്രൂവ്ഡ് ദാറ്റ് എ സ്മോൾ ഷിപ്പ് ഹാഡ് നോട്ട് സങ്ക്, ആ കപ്പലേ, ആ ചെറിയ കപ്പൽ അതങ്ങനെ താന്നിട്ടില്ല മൊത്തം. ആസ് ഐ ഹാഡ് ഫസ്റ്റ് തോട്ട്, ഞാൻ അങ്ങനെ ആദ്യം വിചാരിച്ചു താന്നു പോയെന്നാണ്. ഐ ഫെൽറ്റ് കാം, എനിക്ക് അല്പം ശാന്തത തോന്നി. ഐ തോട്ട് ദാറ്റ് വൺ ഓഫ് മൈ മേറ്റ്സ് ഹാഡ് മാനേജ് ടു റീച്ച് ദ അതർ ലൈഫ് റാഫ്റ്റ്. എനിക്ക് തോന്നി ഞങ്ങൾ ഒരാളെങ്കിലും മറ്റേ ലൈഫ് റാഫ്റ്റിൽ ചേർന്ന് കയറാൻ ആൾക്കെങ്കിലും പറ്റിയിരിക്കുമെന്ന് തോന്നി. ഈ പാഠത്തിൻ്റെ 2ാമത്തെ പാർട്ട് ഇവിടെ തീരുകയാണ്. 3ാമത്തെ പാർട്ടിന് തൊട്ട് പിറകെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ കേൾക്കണേ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.